നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃണമൂൽ കോൺഗ്രസ് നേതാവും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയുടെ കഷ്ടകാലം അവസാനിക്കുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി മമതാ ബാനർജിയുടെ തകർച്ച തുടങ്ങിയിരുന്നു. 2011 മമതാ ബാനർജി ഏതാണ്ട് 3 പതിറ്റാണ്ടിലധികം കാലം നീണ്ടുനിന്ന ഇടതുഭരണം അവസാനിപ്പിച്ച് സംസ്ഥാനത്ത് ഭരണം പിടിച്ചത്. 2011 തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മമതാ ബാനർജിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. 2016 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മമതാ ബാനർജി പശ്ചിമ ബംഗാളിൽ വമ്പൻ വിജയം നേടിയിരുന്നു. എന്നാൽ 2026 അത് ആവർത്തിക്കാനായില്ല. മുഖ്യ പ്രതിപക്ഷമായിരുന്ന BJP ചരിത്രത്തിലാദ്യമായി പശ്ചിമ ബംഗാളിൽ സംസ്ഥാന ഭരണം നേടി, അതും 207 സീറ്റുകളോടുകൂടി. മമതാ ബാനർജിക്ക് 80 സീറ്റുകളിൽ ഒതുങ്ങേണ്ടി വന്നു. കനത്ത തോൽവിയും തകർച്ചയുമാണ് മമതാ ബാനർജിയെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാത്തിരുന്നത്. 15 കൊല്ലം നീണ്ട ഭരണത്തിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം. ആ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചപ്പോൾ BJP അധികാരത്തിലേറി. BJPയുടെ വൻപൻ വിജയം മമതാ ബാനർജിയെ തളർത്തിയത് ചെറുതായിട്ടൊന്നുമല്ല. മമതാ ബാനർജിക്ക് സ്വന്തം മണ്ഡലമായ ഭവാനിപ്പൂരിൽ പോലും ജയിക്കാൻ കഴിഞ്ഞില്ല. സുവേന്ദു അധികാരി വെല്ലുവിളിച്ചുകൊണ്ട് മമതാ ബാനർജി മത്സരിക്കുന്ന അതേ മണ്ഡലത്തിൽ വന്ന് മത്സരിച്ചു. സുവേന്ദു അധികാരിയെ തോൽപ്പിക്കുമെന്ന് വീമ്പിളക്കിയിരുന്ന മമതാ ബാനർജിക്ക് വാക്കുപാലിക്കാൻ കഴിഞ്ഞില്ല. മമതാ ബാനർജി സ്വന്തം ഉരുക്കുകോട്ട അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ കോട്ട എന്നറിയപ്പെട്ടിരുന്ന ഭവാനിപ്പൂരിൽ വലിയ മാർജിനിൽ തോറ്റു. നന്ദിഗ്രാമിൽ 9000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമേ സുവേന്ദു അധികാരിക്കുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഭവാനിപ്പൂരിൽ 15000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ടായിരുന്നു. അത്രമാത്രം ശക്തമായിരുന്നു സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരം. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് തോൽവിയിലും നിന്നില്ല മമതാ ബാനർജിയുടെ തകർച്ച എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. അവരുടെ പാർട്ടി രണ്ടായി പിളർന്നു എന്ന് പറഞ്ഞാൽ നെടുകെ പിളർന്നു എന്ന് പറയാൻ കഴിയില്ല. മമതാ ബാനർജിക്കൊപ്പം ചുരുക്കം ചില ജനപ്രതിനിധികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആദ്യ നിയമസഭാ കക്ഷി യോഗത്തിൽ പോലും വമ്പൻ തിരിച്ചടിയാണ് മമതാ ബാനർജിക്ക് ഏറ്റത്. 80 MLA-മാരുടെ യോഗം വിളിച്ചപ്പോൾ പങ്കെടുത്തത് 19 പേരാണ്. ലോക്സഭാ MP-മാരിലും രാജ്യസഭാ MP-മാരിലും ഭൂരിഭാഗവും മറുകണ്ഠം ചാടി. ഇങ്ങനെ പാർട്ടി പിളർന്നു. പാർട്ടി പിളരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മരുമകൻ അഭിഷേക് ബാനർജി ആയിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അക്കാര്യം മമത ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. എന്തായാലും പുതിയൊരു തിരിച്ചടി മമതാ ബാനർജിയെ തേടിയെത്തിയിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, 440 കോടി രൂപ മമതാ ബാനർജിക്ക് കൈമോശം വന്നിട്ട് നാളുകളേറെയായിരിക്കുന്നു. അത് തൃണമൂൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഫണ്ടാണ്. 3 അക്കൗണ്ടുകളിലായി 3 സ്വകാര്യ കൊമേഴ്സ്യൽ ബാങ്കുകളിലെ അക്കൗണ്ടുകളിലായി 440 കോടി രൂപയുണ്ടായിരുന്നു പാർട്ടിയുടെ പേരിൽ. പാർട്ടി രണ്ടായി പിളരുമ്പോൾ ഈ രൂപ ആർക്കാണ്? പാർട്ടിയുടെ ചിഹ്നവും പാർട്ടിയുടെ പേരും ലഭിക്കുന്ന വിഭാഗത്തിനായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ പാർട്ടിയുടെ പേരോ പാർട്ടിയുടെ ചിഹ്നമോ മമതാ ബാനർജിക്ക് ലഭിക്കുമെന്ന് മമതാ ബാനർജി സ്വപ്നം പോലും കാണേണ്ടതില്ല. കാരണം ഭൂരിഭാഗം ജനപ്രതിനിധികളും ഭൂരിഭാഗം അണികളും മറുപക്ഷത്ത് ആയി കഴിഞ്ഞു. മരുമകൻ അഭിഷേക് ബാനർജിക്ക് പാർട്ടിയിൽ നൽകിയ വലിയ സ്ഥാനവും അധികാരങ്ങളും അത് പാർട്ടിയിലുണ്ടായിരുന്ന സീനിയർ നേതാക്കളെയൊക്കെ അകറ്റി. ഇപ്പോഴിതാ ഈ കനത്ത പരാജയത്തിലും നേതാക്കന്മാർ ഓരോന്നായി ഈ സ്വന്തം പാർട്ടി വിട്ടു പോകുന്നു, മറുഭാഗത്തേക്ക് പോകുന്നു. അവർ BJPക്കൊപ്പം നിൽക്കുന്നു. ചിലർക്ക് BJPക്ക് ചേരാൻ കഴിയുന്നു, മറ്റു ചിലർക്ക് BJPയിൽ ചേരാൻ കഴിയുന്നില്ല. അവരും പക്ഷേ BJPക്കൊപ്പം നിൽക്കുന്നു, BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചു നിൽക്കുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ 440 കോടി രൂപ കൈക്കലാക്കാനായി മമതാ ബാനർജി ഒരു അവസാനത്തെ ശ്രമം നടത്തുന്നു, അറ്റകൈ പ്രയോഗം നടത്തുന്നു. അതായത് ഋതപ്രത ബാനർജിയുടെ നേതൃത്വത്തിലാണ് വിമത സംഘം പാർട്ടി വിട്ടുപോയത്. അതായത് മമതാ ബാനർജിയെയും മരുമകനെയും ഉപേക്ഷിച്ചു പോയത്. ഋതപ്രത ബാനർജി അപ്പോൾ തന്നെ ഈ പാർട്ടി അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്യാൻ ബാങ്കുകൾക്ക് കത്തെഴുതി. മാത്രമല്ല പോലീസിൻ്റെ റിപ്പോർട്ടും അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ ബാങ്ക് അധികാരികൾ ഈ അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്തു. ആർക്കും പണമെടുക്കാൻ കഴിയാത്ത അവസ്ഥ. മമതാ ബാനർജിയുടെ നിയന്ത്രണത്തിലായിരുന്നു ഈ അക്കൗണ്ടുകളെല്ലാം പ്രവർത്തിച്ചിരുന്നത്. ഫ്രീസ് നിലവിൽ വന്നതോടുകൂടി മമതാ ബാനർജിക്ക് 440 കോടി രൂപ അക്ഷരാർത്ഥത്തിൽ കൈമോശം വരുന്ന സാഹചര്യമാണുള്ളത്.
ഈ ഫ്രീസ് എടുത്തു മാറ്റണം, അല്ലെങ്കിൽ മരവിപ്പിക്കൽ എടുത്തു മാറ്റണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് കൽക്കത്ത ഹൈക്കോടതിയിൽ മമതാ ബാനർജി ഒരു ഹർജി നൽകിയിരുന്നത്. ആ ഹർജി അടിയന്തരമായി കേൾക്കണമെന്നാണ് ഇന്ന് മമതാ ബാനർജി കോടതിയിൽ വാദിച്ചത്. പക്ഷേ അങ്ങനെ അടിയന്തരമായി കേൾക്കാൻ കൽക്കട്ട ഹൈക്കോടതി തയ്യാറായില്ല. ജൂലൈ 2 കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതിൽ അടിയന്തര സാഹചര്യമൊന്നുമില്ല എന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു. ഭൂരിപക്ഷം MLA-മാരും ഭൂരിപക്ഷം MP-മാരും പോകുന്ന ആ ഒരു വിഭാഗം, അതിനായിരിക്കും പാർട്ടി ചിഹ്നവും പാർട്ടിയുടെ പേരുമൊക്കെ ലഭിക്കുക. പാർട്ടി ഫണ്ടിൻ്റെ ഏറിയ കൂറും ലഭിക്കുക അതിനായിരിക്കും. തൃണമൂൽ കോൺഗ്രസിൽ നിന്നും അക്ഷരാർത്ഥത്തിൽ മമതാ ബാനർജി പുറത്തായിരിക്കുകയാണ് ചെയ്തത്. പാർട്ടിയിലെ പദവിയും മറ്റധികാരങ്ങളുമൊക്കെ പോയെങ്കിൽ പോകട്ടെ, പക്ഷേ പോയിരിക്കുന്നത് 440 കോടി രൂപയാണ്. ഒരു വലിയ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടത്തിയതിന് ശേഷമാണ് ഈ പാർട്ടിയുടെ അക്കൗണ്ടിൽ ഇത്രയും തുകയുണ്ടായിരുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ആ തുക ഇനിയിപ്പോൾ ഏത് പാർട്ടിക്കാണ്, അല്ലെങ്കിൽ വിമത വിഭാഗത്തിലേക്ക് പോകുമോ അതോ മറ്റേതെങ്കിലും രീതിയിലേക്കുള്ള ഒരു തീരുമാനം അധികൃതരുടെയും കോടതിയുടെയും ഭാഗത്തു നിന്നുണ്ടാകുമോ? തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തീരുമാനങ്ങൾക്കായി ഇതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വരും. എന്തായാലും മമതാ ബാനർജി കനത്ത തോൽവി ഏറ്റുവാങ്ങിയത് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം MP-മാർ അതുപോലെ തന്നെ MLA-മാർ എല്ലാവരും തന്നെ ഉപേക്ഷിച്ചു പോയത് അവർക്ക് വലിയ വേദനയായിരുന്നു. രാജ്യസഭാ MP-മാർ ഓരോരുത്തരായി രാജിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇപ്പോഴത്തെ നിയമസഭാ കക്ഷിനില അനുസരിച്ച് BJP ഈ സീറ്റുകളിലെല്ലാം വിജയിക്കുമെന്നുറപ്പാണ്. സമ്പൂർണമായി ഈ തൃണമൂൽ കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ ബംഗാളിൽ തകർന്നടിഞ്ഞിരിക്കുകയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ജോലിയില്ലാതെ വെറുതെ ഇരിപ്പാണ് മമതാ ബാനർജി ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിൽ അവിടെ ഒരു പ്രതിപക്ഷ ഐക്യം ഉണ്ടാക്കാനും മാത്രമല്ല ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താനുമൊക്കെയുള്ള ശ്രമങ്ങൾ മമതാ ബാനർജി ഈ തോൽവിക്ക് ശേഷം നടത്തിയിരുന്നു. വിശാല പ്രതിപക്ഷ ഐക്യം BJP-ക്കെതിരെ സൃഷ്ടിക്കാമെന്ന് പറഞ്ഞാണ് CPM-നെയും കോൺഗ്രസിനെയും മമതാ ബാനർജി ബംഗാളിൽ സമീപിച്ചത്. പക്ഷേ രണ്ട് പാർട്ടികളും കൈകൊടുത്തില്ല. സംസ്ഥാനത്ത് BJP-യുടെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മമതാ ബാനർജിയാണെന്നും മമതാ ബാനർജിയാണ് കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഈ ബംഗാളിൽ നശിപ്പിച്ചത് എന്നുമുള്ള രാഷ്ട്രീയ തീരുമാനമെടുത്തത് ആ രണ്ട് പാർട്ടികളും തന്നെയാണ്. അങ്ങനെയാണ് മമതാ ബാനർജിയെ അവർ ഒരു വിളിപ്പാടകലെ നിർത്തിയത്. പിന്നീട് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയെ ഏകോപിപ്പിക്കാനും ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾക്കിടയിൽ ആശയവിനിമയം നടത്താനുമൊക്കെ മമതാ ബാനർജി ശ്രമിച്ചിരുന്നു. അപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ഇന്ത്യ മുന്നണി പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു. തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് കാരണം ഇന്ത്യ മുന്നണി വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് അകപ്പെട്ടു. ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായ DMK ഇന്ത്യ മുന്നണി വിട്ട് പാർലമെൻറ്റിൽ പ്രത്യേക ബ്ലോക്കായിരിക്കാനുള്ള അപേക്ഷ നൽകിയിരിക്കുകയാണ്. വേണമെങ്കിൽ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെ പോലും ഞങ്ങൾ പിന്തുണയ്ക്കും എന്ന നിലപാട് DMK എടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഇനി കഴിയില്ല. മമതാ ബാനർജിയുടെ രാഷ്ട്രീയ ഭാവി എന്താകും? യഥാർത്ഥത്തിൽ 80 MLA-മാരുമായി പ്രതിപക്ഷത്തിരിക്കുന്ന മമതാ ബാനർജി വല്ലാത്ത ഊർജത്തോടുകൂടി പോരാടുമെന്നും അടുത്ത 5 വർഷത്തിനകം ഭരണം തിരിച്ചുപിടിക്കുമെന്നും ചിലരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാകും. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. 2011 തകർന്നടിഞ്ഞ് CPM എങ്ങനെയാണോ ബംഗാൾ രാഷ്ട്രീയത്തിൽ നിന്ന് മാഞ്ഞുപോയത്, അതേ രീതിയിൽ അതിനേക്കാൾ 10 മടങ്ങ് വേഗതയിൽ മമതാ ബാനർജിയുടെ പാർട്ടി ബംഗാളിൽ ഇല്ലാതായി എന്ന് തന്നെ പറയാം. ഈ 440 കോടി രൂപയ്ക്ക് വേണ്ടി ചങ്കുപൊട്ടി നിലവിളിക്കുകയാണ് ഇപ്പോൾ മമതാ ബാനർജി.